നമസ്കാരം. സമാധാന ശ്രമങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാവുകയാണ്. ഇറാന്റെ ഊർജ നിലയങ്ങൾ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് നിലനിൽക്കെ തന്നെ ഇറാനിൽ കനത്ത ആക്രമണമുണ്ടായി. ഹോംഷെയറിലെ പവർ പ്ലാന്റിലും പൈപ്പ് ലൈനിലും ഇസ്ഫഹാനിലെ ഊർജ നിലയത്തിലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയെന്ന കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ വാതക വിതരണം തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇറാന് 150 വൈദ്യുത നിലയങ്ങൾ ഉണ്ടെന്നും ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്നും ഊർജമന്ത്രി അബ്ബാസ് അലി അസ്ബി വ്യക്തമാക്കുന്നുണ്ട്. IRGCയുടെ ആയുധശാലകൾ ഉൾപ്പെടെ ഇറാന്റെ 50ലേറെ കേന്ദ്രങ്ങൾ തകർത്തതായാണ് ഇസ്രായേലും സൈന്യം അവകാശപ്പെടുന്നത്. ഇറാന്റെ 100 കിലോ ഭാരമുള്ള പോർമുന ഘടിപ്പിച്ച മിസൈൽ ഇസ്രായേൽ പ്രതിരോധം ഭേദിച്ച് സെൻട്രൽ ടെൽ അവീവിൽ പതിച്ചു. 6 പേർക്ക് പരിക്കേൽക്കുകയും പാർപ്പിട സമുച്ചയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ UAEക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന മൊറോക്കൻ സ്വദേശി കൊല്ലപ്പെടുകയായിരുന്നു. ആമസോൺ ക്ലൗഡ് സേവനങ്ങളും തടസ്സപ്പെട്ടു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 19 ഡ്രോണുകൾ സൗദി സൈന്യം തകർത്തെറിഞ്ഞു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കുവൈറ്റിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഇറാഖിൽ റോക്കറ്റ് ആക്രമണത്തിൽ 6 കുർദിഷ് സേനാംഗങ്ങളും പടിഞ്ഞാറൻ ഇറാഖിൽ 15 PMF സൈനികരും കൊല്ലപ്പെട്ടു. ഇസ്രയേലും US ചേർന്ന് ചൊവ്വാഴ്ച തങ്ങളുടെ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചു എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കി. ഹോംഷെയറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനുമാണ് അവർ ആക്രമിച്ചത്. എന്തായാലും ആക്രമണത്തിൽ വാതക വിതരണത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായില്ല. ഊർജ നിലയങ്ങളെ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാനെ കാര്യമായി ബാധിക്കില്ല. കാരണം 150ഓളം ഊർജ നിലയങ്ങൾ ഇവർക്കുണ്ട്. അതേസമയം ഇറാനുമായി സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മികച്ച പുരോഗതി കൈവരിക്കുന്നതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോട് പശ്ചിമേഷ്യയിലെ യുദ്ധം അയയുന്നു എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും അതിനുശേഷം കനത്ത ആക്രമണമുണ്ടായി. ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ 5 ദിവസത്തെ സാവകാശവും അക്കാലയളവിൽ അവരുടെ ഊർജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്നായിരുന്നു ട്രംപ് നൽകിയ ഉറപ്പ്. എന്നാൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നില്ല എന്നത് വ്യക്തമാക്കിയ ഇറാൻ അമേരിക്കയുടെ വാദം പൂർണ്ണമായും തള്ളുകയായിരുന്നു. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നും ട്രംപിന്റേത് വെറും വ്യാജവാർത്ത ആണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതേസമയം പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. US ആർമിയുടെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ സൈനികരെയാണ് അയക്കുന്നത്. നോർത്ത് കരോണിലെ ഫോർട്ട് ബ്രാഗിൽ നിന്നുമുള്ള 3000ഓളം സൈനികരും ഇതിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ഇറാനിലേക്ക് നേരിട്ട് സൈനികരെ അയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം ഇനി എവിടെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.